തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പഠന പരമ്പര നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് നമ്മുടെ ജോഷുവയുടെ പുസ്തകത്തിലൂടെ, ആദ്യകാല പ്രവാചകന്മാരുടെ പുസ്തകമായ ജോഷുവയുടെ പുസ്തകം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ചരിത്ര പുസ്തകങ്ങളിലെ ആ ഭാഗമായ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ വിശകലനങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം. നമ്മൾ കണ്ടു കഴിഞ്ഞ ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയാണ്. അതിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള അവരുടെ പ്രവേശനത്തെക്കുറിച്ച് കുറിക്കുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ പ്രവേശിച്ചു കഴിഞ്ഞതിന് ശേഷം അവരവിടെ നടത്തുന്ന യുദ്ധങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിലും ദൈവമായ കർത്താവ് എത്രമാത്രം അവരെ ശക്തിപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു. അതിന് ഏറ്റവും അവസാനത്തിൽ ഓരോ ഗോത്രക്കാർക്കും ജോഷുവ വീതിച്ചു നടക്കുന്ന പ്രദേശങ്ങളെക്കുറിച്ചും ഈ തിരുവചന ഭാഗത്ത് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് വായിച്ചു പോകുമ്പോൾ ഒരു ചരിത്രം വായിക്കുന്നത് പോലെ നമ്മൾ തോന്നുമെങ്കിലും അതിൻ്റെ ദൈവശാസ്ത്രം വളരെ മനോഹരമായിട്ടാണ് ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുക. അത് മറ്റൊന്നുമല്ല, നമുക്കൊക്കെ അറിയാം, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ പുസ്തകങ്ങളൊന്നും ആ സമയത്ത് ജോഷുവ പോകുന്ന സമയത്തൊന്നും എഴുതപ്പെടുന്ന പുസ്തകങ്ങളല്ല. ഈ ഭാഗങ്ങളൊന്നും തന്നെ ജോഷുവയുടെ കാലഘട്ടത്തിലൊന്നും കുറിച്ചു വെച്ചിട്ടുള്ള സംഗതികളൊന്നുമല്ല. അത് പിൽക്കാലങ്ങളിൽ വർഷങ്ങൾക്ക് ശേഷം ഈ പാരമ്പര്യങ്ങൾ അവരുടെ മനസ്സിൽ കിടന്നിരുന്ന ഈ ചിന്തകളും ഈ വികാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവർ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. പിൽക്കാലങ്ങളിൽ അവർ ചോദിക്കുകയാണ്, എങ്ങനെ ഞങ്ങൾക്ക് കർത്താവായ ദൈവം ഇങ്ങനെയൊരു പ്രദേശം നൽകി? ആ പ്രദേശത്തെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഇപ്രകാരമല്ലേ, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം. അത്രമാത്രം സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും ഒക്കെ ഉള്ളൊരു പ്രദേശം. അതെ, ഞങ്ങളെങ്ങനെ വെട്ടിപ്പിടിച്ചെടുത്തു? ആരാണ് ഞങ്ങൾക്ക് നൽകിയത്? ഇതെന്താണ്? ഈ പ്രദേശം എന്താണ്? സ്വന്തമായി കിട്ടിയിരിക്കുന്ന ഭൂമി എന്നാണ് ഈ പ്രദേശത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുക. ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയ ഭൂമി. നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഓരോ അധ്യായങ്ങൾ എടുത്തു കഴിയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. അത് ഹെബ്രായ ഭാഷയിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്: ഹ മക്കോം അഷേർ നൊത്തേൻ അദോണായി. ഹ മക്കോം അഷേർ നൊത്തേൻ അദോണായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ പ്ലേസ് വിച്ച് ഗോഡ് ഹാസ് ഗിവൺ ടു യു ഓർ ഗോഡ് ഗീവ്സ് ടു യു എന്നാണ് അർത്ഥം. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ദാനമായിട്ട് നൽകുന്ന പ്രദേശം, നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പ്രദേശം. അതുകൊണ്ട് ഈ പ്രദേശത്തേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ദൈവം ദാനമായിട്ട് നൽകിയ ഭൂമി എന്നുള്ള ആഴമായ ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ ഈ പുസ്തകം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ഈ വാഗ്ദാന ദേശത്തിൽ നിന്ന് വെളിയിലായിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. ബാബിലോൺ പ്രവാസ കാലഘട്ടത്തിൽ കിടക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് അവർ ഇരുന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഞങ്ങൾക്ക് ദൈവമായ കർത്താവ് നൽകിയ ഭൂമി എത്ര മനോഹരമായിരുന്നു. ഇപ്പോഴോ ബാബിലോൺ പ്രദേശത്ത് വെച്ചോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഭൂമി ഇല്ലാത്ത ഒരു സാഹചര്യം. ഈ ഒരു അവസരത്തിൽ ഈ ഭൂമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ദാനമായി നൽകിയ ഗിഫ്റ്റായിട്ട് നൽകിയ ഒരു ഭൂമിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് നൽകുന്ന മനോഹരമായ ദൈവശാസ്ത്ര പുസ്തകമാണ് യഥാർത്ഥത്തിൽ ജോഷുവയുടെ പുസ്തകമെന്ന് പറയുക. ഇതിൻ്റെ ആദ്യ അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ, അതിനെ വിശേഷിപ്പിക്കുന്നത്, ബൈബിൾ എടുത്ത് നോക്കിക്കോണം, 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങൾ അതിനെ വിശേഷിപ്പിക്കുന്നത്
വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനത്തെക്കുറിച്ചാണ്. നമ്മളെവിടെയാണെന്ന് അറിഞ്ഞു. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഇസ്രായേൽ ജനം ജോർദാൻ്റെ ഇക്കരെ മോവാബ് ദേശത്ത് നിൽക്കുകയാണ്. ജോർദാൻ നദി കടക്കണം അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി. അതിനു മുമ്പുള്ള പ്രിപ്പറേഷൻ നടത്തണം, ഒരുക്കങ്ങൾ നടത്തണം. അതെല്ലാമാണ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളുടെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയങ്ങൾ? ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ഇസ്രായേൽ ജനത്തിന് കൊടുക്കാൻ പോകുന്ന വാഗ്ദാനം ചെയ്ത ഭൂമിയുടെ വീതിയും നീളവും അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയുമൊക്കെ നിശ്ചയിക്കുന്നതാണ് 1 മുതലുള്ള വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. കർത്താവ് പറയുകയാണ്, ഇതാ നിങ്ങൾക്ക് ദൈവമായ കർത്താവ് കിട്ടിയിരിക്കുന്ന ഭൂമി ഇതാണ്. താഴെ ഈജിപ്ത് ദേശം, അതിന് മുകളിൽ പ്രധാനമായിട്ടും ലെബനോൺ, ഇപ്പോഴത്തെ ലെബനോൻ, സിറിയ, ലെബനോൻ തുടങ്ങിയ പ്രദേശം. പിന്നെ അടുത്തൊരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ, അതിനുശേഷം യൂഫ്രട്ടീസ് നദി. ഇത്രയും പ്രദേശമാണ് യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശമെന്ന് ഈ ജോഷുവയുടെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ടാണ് നമ്മൾ കാനാൻ ദേശത്തെ 4 കൈവഴികളെക്കുറിച്ചൊക്കെ സംസാരിക്കുക. അതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി പറയുന്നത് മോശയോട് ദൈവമായ കർത്താവ് പറയുകയാണ്, ഖദ്സാക് വേമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കറേജസ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. കറേജസ്, നീ ധൈര്യമായിരിക്കുക. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന ദേശത്തേക്ക് ഈ ജനതയെ കൊണ്ടുപോകാൻ വേണ്ടി ജോഷുവയോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക. എന്തിനാണ് ധൈര്യമായിരിക്കേണ്ടത്? ധൈര്യമായിരിക്കുക, ധീരനും ശക്തനുമായിരിക്കണം, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. ഈ കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. യാതൊരു ഭയമോ പരിഭ്രമോ ഒന്നും ഉണ്ടാകേണ്ട, ധീരനും ശക്തനുമായിട്ട് നിൽക്കാൻ പറയുകയാണ് ആദ്യത്തെ ഭാഗങ്ങളിലൂടെ. എന്നിട്ട് രണ്ടാമത് അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കിനും പഴയ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പഴയ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്? സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 32-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം ജോർദാനിലേക്ക് അല്ലെങ്കിൽ മോവാബ് ദേശത്തേക്ക് കടന്നു വരുന്ന സമയത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന 12 ഗോത്രങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റൂബൻ, ഗാദ്, മനാസയുടെ അർത്ഥഗോത്രമായ മാഹിർ എന്ന് പറയുന്ന ഗോത്രങ്ങൾ, ഈ 2.5 ഗോത്രങ്ങൾ അവർ മോശയോട് ചോദിക്കുകയാണ്. സംഖ്യയുടെ പുസ്തകം 32-ാമത്തെ അധ്യായം. മോശയോട് ചോദിക്കുകയാണ്, അല്ലയോ മോശെ, ഈ പ്രദേശം വളരെ മനോഹരമാണ്, നല്ല പുല്ലുമേടുകളും ഒക്കെയുള്ള പ്രദേശമാണ്, അരുവികളൊക്കെയുള്ള പ്രദേശമാണ്, ഇത് ഞങ്ങൾക്ക് ഇങ്ങ് തന്നേക്കാമോ? മോശ പറഞ്ഞു, അതിനിപ്പോൾ എന്നാ, ഞങ്ങൾക്ക് തന്നേക്കാമല്ലോ എന്ന് പറഞ്ഞ് ഈ 2.5 ഗോത്രത്തിന് മോശ കൊടുക്കുന്ന പ്രദേശമാണ് ഈ ട്രാൻസ് ജോർദാൻ അല്ലെങ്കിൽ ജോർദാൻ്റെ ഇക്കരെയുള്ള പ്രദേശം എന്ന് പറയുക. എന്നിട്ട് മോശ അവരോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് നൽകാം, നിങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ ഇവിടെ താമസിപ്പിച്ചുകൊടുക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സഹോദരന്മാർക്ക് വാഗ്ദാന ദേശത്ത് ഭൂമി കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളിവിടെ വന്ന് താമസിക്കാവുള്ളൂ. അതിന് പ്രകാരം റൂബനും ഗാദും മനാസയുടെ അർത്ഥഗോത്രമായ മാഹിറും കൂടി അവരുടെ ഭാര്യമാരെയും മക്കളെയും കന്നുകാലികളെയും ഒക്കെ അവിടെ നിർത്തിയതിന് ശേഷം ഈ സഹോദരന്മാർക്ക് വാഗ്ദാന ദേശം കിട്ടാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് കൊണ്ടുവരുന്ന രംഗമാണ് 10 മുതലുള്ള വാക്യങ്ങളിൽ കാണുക. എത്ര മനോഹരമാണ്! സാഹോദര്യ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ഭാഗമാണ്. അതിനെ വീണ്ടും ഈ ജോഷുവയുടെ പുസ്തകം എടുത്തു പറയുകയാണ്. എന്നിട്ട് ഇവരോട് പറയുന്നു, നിങ്ങൾ ഈ ഭൂമി കൈവശമാക്കാൻ വേണ്ടി നിങ്ങളും യത്നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്ന ജോഷുവയെ കാണുന്നു. ഇതെല്ലാം ഭൂമിയെല്ലാം കിട്ടിയതിന് ശേഷം ആ വിഭജനം എല്ലാം ഓരോരുത്തർക്കും ഓരോ ഗോത്രങ്ങൾക്കും വിഭജിച്ചു കൊടുത്തതിന് ശേഷം ഈ ഗോത്രങ്ങൾ പിൻവാങ്ങുന്ന രംഗവും ജോഷുവയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ നോക്കിക്കേ, യോശുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായവും 22-ാമത്തെ അധ്യായവും ഒരൊറ്റ യൂണിറ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നല്ല രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ നടക്കുകയാണ് 2-ാമത്തെ അധ്യായത്തിലും 3-ാമത്തെ അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും. എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള സംഭവങ്ങൾ? 1-ാമത്തെ സംഭവം, മോശ ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൽ അവരുടെ യാത്രയുടെ അവസരത്തിൽ കാനാൻ ദേശം ഉറ്റുനോക്കാൻ വേണ്ടി ചില ആളുകളെ പറഞ്ഞു വിടുന്നുണ്ട്, ഗോത്ര തലവന്മാരെ പറഞ്ഞു വിടുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിലാണ് അത് കൊടുത്തിരിക്കുക. അവിടെ പറഞ്ഞു വിടുമ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? അവർ കാനാൻ ദേശത്തേക്ക് ഉറ്റുനോക്കാൻ വേണ്ടി വന്നു. അവർ നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഏറെ ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അവിടെയുള്ളവരെല്ലാം അനാക്കിമിൻ്റെ മക്കളാണ്. അനാക്കിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് സിനിമാടനൊക്കെ ഉണ്ടല്ലോ, കീരിക്കാടൻ ജോസ്, ഇത്രയും നീളവും വീതിയും വണ്ണവും ഒക്കെയുള്ള ആളുകളാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു പ്രദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽക്കാർ വിസമ്മതിച്ചു. ഉടനെ വീണ്ടും ഈ മോശ എന്ത് ചെയ്തെന്നറിയാമോ? ഈ പറയുന്ന ജോഷുവയും കാലേബ് എന്ന് പറയുന്ന ഒരാളെയും കൂടി, യൂദാ ഗോത്രത്തിൽപ്പെട്ടവരാണ്, കാലേബും കൂടെ കൂട്ടി ഇങ്ങോട്ടേക്ക് വിട്ടപ്പോൾ അവർ കാണുന്നത് ഒരു കാഴ്ച ഇതാണ്. ഇതാ വളരെ ഫലപുഷ്ടമായിട്ടുള്ള പ്രദേശം. ആളുകൾ ഈ 2 പേര് ഒരു കമ്പേര് മുന്തിരിക്കൊലകൾ കോർത്തിറക്കിക്കൊണ്ട് മുന്തിരിക്കൊല തൂക്കിയിട്ടിട്ട് അങ്ങോട്ട് നടന്നു പോകുന്ന രംഗം. അതായത് മുന്തിരിയുടെ കാലഘട്ടമായിരുന്നു, മുന്തിരി ഫലങ്ങൾ ശേഖരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ പ്രദേശത്തിന് തേനും പാലും ഒഴുകുന്ന ദേശം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ആളുകളെ പറഞ്ഞു വിടുന്ന രംഗം നമ്മൾ മോശയുടെ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് സംഖ്യയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ ജോഷുവയും അതേ രീതി തന്നെ ചെയ്യുകയാണ്. 2 ചാരന്മാരെ ജെറീക്കോ പട്ടണത്തിലേക്ക് പറഞ്ഞു വിടുക. റാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ ഭവനത്തിൽ അവർ പ്രവേശിക്കുന്നു. ജെറീക്കോ പട്ടണത്തിൽ ആരൊക്കെ ഉണ്ടെന്നും അവിടുത്തെ രാജാവ് എങ്ങനെയാണെന്നും അവിടുത്തെ യുദ്ധങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ യുദ്ധം നടത്തുന്നത് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ്. അവർ കയറി ചെല്ലുന്നതോ ഒരു വേശ്യയുടെ ഭവനത്തിൽ. ആരാ ഈ വേശ്യ എന്ന് പറഞ്ഞാൽ? വേശ്യ എന്ന് പറഞ്ഞാൽ റാഹാബിൻ്റെ പേരാണ്. റാഹാബിന് നമുക്ക് പുതിയ നിയമത്തിൽ ഒരു പ്രാവശ്യം കാണാൻ പറ്റും. മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലി പറയുമ്പോഴത്തേക്കും റാഹാബിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ റാഹാബിൻ്റെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന വേശ്യയാണ്. യഥാർത്ഥത്തിൽ വേശ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമ്മൾ സാധാരണ സെക്കുലർ ഭാഷയിൽ പറയുന്ന വേശ്യയല്ല, മറിച്ച് ഈ ജെറീക്കോ പട്ടണത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ ബിംബങ്ങളുടെ മുമ്പിൽ, പ്രതിമകളുടെ മുമ്പിൽ പൂജ നടത്തുന്ന വ്യക്തിക്കാണ് പറയുന്ന പേരാണ് വേശ്യ. അതായത് യഥാർത്ഥത്തിൽ ഏകദൈവത്തെ വിട്ട് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോകുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന പേരാണ് വേശ്യ. അത് പോട്ടെ. എന്നിരുന്നാലും ഈ വേശ്യയായ റാഹാബിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആളുകൾ അന്വേഷിച്ച് വരുന്നു. ഇവർക്ക് തട്ടുംപുറത്തൊരു സ്ഥലം കൊടുക്കുന്നു. ഉടനെ റാഹാബ് ഇവരോട് പറയുന്ന ഇപ്രകാരമാണ്, നോക്കിക്കോണം, കേട്ടോണം, വളരെ ശ്രദ്ധേയമാണ്. പറയുന്ന ഇപ്രകാരമാണ്. റാഹാബ് പറയുകയാണ്, ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു. നിങ്ങൾ നിമിത്തം സകലതും നഷ്ടധൈര്യരായി തീർന്നു. മുകളിൽ ആകാശത്തിനും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം. എന്നിട്ട് പറയുകയാണ്, അവൾ പറയുന്ന ഇപ്രകാരമാണ്, ഇതാ ഞാൻ അറിയുന്ന ദൈവമായ കർത്താവാണ്, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് യഥാർത്ഥ കർത്താവ്. ആ കർത്താവാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. നോക്കിക്കേ, എന്താ അതിൻ്റെ അർത്ഥം? ഒരു വേശ്യയുടെ മാനസാന്തരമാണ്. ഏകദൈവത്തെ മറന്ന് ബഹുദൈവങ്ങളുടെ പിന്നാലെ പോയ റാഹാബിൻ്റെ മാനസാന്തര കഥയാണ് അവിടെ പറയുക. കർത്താവാണ് യഥാർത്ഥ കർത്താവ്, പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണ് ആ കർത്താവ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ജെറീക്കോ പട്ടണം പിടിച്ചെടുക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ നിങ്ങൾ ഉപദ്രവിക്കരുതേ എന്നുള്ള ഒരു ചെറിയൊരു സന്ദേശം കൂടി അവർക്ക് കൊടുക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഇസ്രായേലിൻ്റെ യാത്രയെന്ന് പറയുന്നത് സകലരെയും ഏക ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനുള്ള യാത്രയാണ്.
ഒരു ഇസ്രായേലിൻ്റെ യഹൂദൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം അതുതന്നെയാണ്, അവനിലൂടെ ദൈവമായ കർത്താവിങ്കിലേക്ക് എല്ലാവരെയും എത്തിക്കുക എന്നുള്ളതാണ്. റാഹാബ് ഒരു ഉദാഹരണം മാത്രമാണ്. തുടർന്ന് വരുന്ന സംഭവങ്ങൾ വളരെ രസകരമാണ്. ജോഷുവ ഇസ്രായേൽ ജനത്തെ ഒരുക്കുകയാണ്, ജോർദാൻ നദി കടക്കാൻ വേണ്ടി ഒരുക്കുകയാണ്. ഒരു കാര്യം ആദ്യമേ പറയുക, പുരോഹിതൻ്റെ റോളിൽ നിന്നുകൊണ്ട് ജോഷുവ ഇസ്രായേൽ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്യുകയാണ്. അങ്ങനെ ഇസ്രായേൽ ജനത്തെ വിശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ജോഷുവ ആദ്യം പ്രവേശിക്കുക. എന്തിനാണ് വിശുദ്ധീകരിക്കുക? എങ്ങോട്ടേക്കാണ് പ്രവേശിക്കുന്നത്? വാഗ്ദാന ദേശത്തേക്കാണ് പ്രവേശിക്കുന്നത്. എന്താ വാഗ്ദാന ദേശം? ഏതെങ്കിലും ഒരു സ്ഥലമല്ല, ദൈവം തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലമാണ് വാഗ്ദാന ദേശം. അതിനാൽ ദൈവനാമത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അതാണല്ലോ പുറപ്പാടിൻ്റെ പുസ്തകം 15-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവെ, അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ, അങ്ങ് സ്ഥാപിച്ച വിശുദ്ധ പർവ്വതത്തിൽ, അങ്ങയുടെ നാമം പേറുന്ന സ്ഥലത്ത് ഞങ്ങളെ നട്ടുപിടിപ്പിക്കും. ആ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ഈ ജോഷുവ ചെയ്യുന്നത്. അവിടേക്ക് പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധിയുള്ളവരായിട്ട് മാറ്റണം. അതാണ് 3-ാമത്തെ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക. വീണ്ടും പറയുകയാണ്, 4-ാമത്തെ അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ പറയുന്നു, ഇതാ ഇസ്രായേൽ ജനം മുന്നോട്ട് പോകണം, ജോർദാൻ നദി കടക്കണം. വലിയ നദിയാണെന്ന് നമ്മൾ വിചാരിക്കും. അത്ര വലിയ നദിയൊന്നുമല്ല, കുറച്ച് ചെറിയൊരു പൊയ്യത്തോട് പോലെയുള്ള ഒരു നദിയാണ്. ക്ലാസ് വേറെ വല്ലതൊക്കെ പറയും. ഇത് ഇപ്പം ഒരു വീഡിയോ ഒക്കെ ആയതുകൊണ്ട് ലോകം മുഴുവൻ കേൾക്കുന്നതുകൊണ്ട് പറയാത്തതാണ്. പൊയ്യത്തോട് പോലെയുള്ള ഒരു നദിയാണ്. ആ നദിയുടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ചാടിക്കിടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ജോഷുവ പറയുകയാണ്, എല്ലാവരും ഈ നദി കടക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക. എങ്ങനെ ഒരുങ്ങണം? വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുമ്പേ പോകണം. നോക്കിക്കേ, വീണ്ടും വരുന്നത് വാഗ്ദാന പേടകം. വലിയ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവശക്തിയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് വാഗ്ദാന പേടകം ഇവിടെ നിൽക്കുക. അവരുടെ വഴികാട്ടിയാണ് വാഗ്ദാന പേടകം. എന്താ ഈ വാഗ്ദാന പേടകത്തിൻ്റെ അർത്ഥം? അത് നമുക്ക് അല്പസമയം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം എങ്ങോട്ടേക്ക് പോകണം? ലേവ്യ പുരോഹിതന്മാർ വെള്ളത്തിൽ തൊടണം, വെള്ളത്തിലേക്ക് ഇറങ്ങണം. വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഈ വാഗ്ദാന പേടകം പിടിച്ചിരിക്കുന്ന പുരോഹിതന്മാർ അവരുടെ കാലുകൾ വെള്ളത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ വെള്ളം രണ്ടായിട്ട് മാറും. ഇസ്രായേൽ ജനം കടലിൽ കരയിലൂടെ എന്ന വണ്ണം യാത്ര ചെയ്ത് ജോർദാൻ നദി കടന്ന് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കണം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ വാഗ്ദാന പേടകത്തിൻ്റെ സാന്നിധ്യം. എന്താ ഈ വാഗ്ദാന പേടകം? പഴയ നിയമത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ദൈവം മോശയോട് പറയുകയാണ്, ഈ ജനം മുഴുവനും കൂടാരങ്ങളിലാണ് താമസിക്കുന്നത്. അതിനാൽ ഈ ജനത്തിൻ്റെ മധ്യേ വസിക്കാൻ എനിക്ക് വേണ്ടി നീ ഒരു കൂടാരം പണിയണം. ഉപയോഗിക്കുന്ന വാക്ക് ബത്തോഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ നിൽക്കാനാണ് പറയുന്നത്. ഈ ജനത്തിൻ്റെ മധ്യേ വസിക്കണം. ആ മധ്യേ വസിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഒരു കൂടാരം പണിയണം. ആ കൂടാരത്തിന് പറയുന്ന പേരാണ് സാക്ഷ്യകൂടാരം. ആ കൂടാരത്തിനുള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാക്ഷ്യപേടകം അല്ലെങ്കിൽ വാഗ്ദാന പേടകം അവർ സ്ഥാപിച്ചത്. ഈ വാഗ്ദാന പേടകത്തിന് മുമ്പിലാണ് ബലികളും കാഴ്ചകളും ഇസ്രായേൽ ജനം സീനാമലയിൽ വെച്ച് അർപ്പിച്ചത്. ഇനി അടുത്ത രംഗം വളരെ രസകരമാണ്, വളരെ ചിന്തോദ്ദീപകമാണ്. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ, സീനായ് മലയിൽ നിന്ന് വാഗ്ദാന ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. പുരോഹിതന്മാർ മുൻപേ പോകും. എന്നിട്ട് പറയുന്ന ഇപ്രകാരമാണ്:
വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം ഉയരുന്നത് കാണുമ്പോൾ അവർ യാത്ര തിരിച്ചു. മേഘം എവിടെ നിന്നുവോ അവിടെ അവർ യാത്ര അവസാനിപ്പിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇസ്രായേലിൻ്റെ 10,000ങ്ങളിലേക്ക് നീ തിരിച്ചു വരണമേ. ഇസ്രായേലിൻ്റെ മതജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വാഗ്ദാന പേടകം. സെൻട്രാലിറ്റിയാണ്. ഇസ്രായേൽ ജീവിതത്തിൻ്റെ സെൻട്രൽ പോർഷനാണ് വാഗ്ദാന പേടകം. ഈ പേടകം പിടിച്ചുകൊണ്ട്, വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം നടന്ന വഴിയാണ് ഈ പുറപ്പാടിൻ്റെ വഴി. അവർ പ്രവേശിക്കാൻ പോകുന്നത് മോവാബിൽ നിന്ന് ഇതേ വാഗ്ദാന പേടകം ജോർദാൻ നദി കടന്ന് വാഗ്ദാന ദേശത്തേക്ക് പോവുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ വാഗ്ദാന പേടകത്തിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ പൂർണ്ണത കടന്നു വരുന്നത് ജെറുസലേം ദേവാലയം സ്ഥാപിക്കുന്നതോടുകൂടിയാണ്. അതുകൊണ്ട് ഇതിനെ, ഈ വാഗ്ദാന പേടകത്തെ സാധാരണയായിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്ന ഇപ്രകാരമാണ്: ഇറ്റ് ഈസ് എ മിനിയേച്ചർ ഫോം ഓഫ് ദ ടെമ്പിൾ. ടെമ്പിളിൻ്റെ, ദേവാലയത്തിൻ്റെ ചെറിയ ഒരു പതിപ്പ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ പതിപ്പ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് അവർ പിൽക്കാലങ്ങളിൽ അവരുടെ മതജീവിതത്തിൻ്റെ, വിശുദ്ധ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി ദേവാലയത്തെ അവർ പിന്നീട് കാണുകയാണ്. ഇതാണ് ഈ വാഗ്ദാന പേടകത്തിൻ്റെ അനുഭവം എന്ന് പറയുക. രണ്ടാമത്തെ അനുഭവം, വെള്ളത്തിലേക്ക് അവർ കയറുന്നു. ആ വെള്ളത്തിൽ കാലുകുത്തി കഴിയുമ്പോൾ വെള്ളം രണ്ടായിട്ട് മാറുന്നു. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിലും ഇതുപോലെ വെള്ളം രണ്ടായിട്ട് മാറുന്ന അനുഭവങ്ങൾ കാണുന്നുണ്ട്. എന്താ ഈ വെള്ളം രണ്ടായിട്ട് മാറുന്ന അനുഭവം? നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ വലിയ ചെങ്കടൽ, അല്ലെങ്കിൽ സീ ഓഫ് റീഡ്സ്, ഞാങ്ങണകളുടെ കടൽ, അതിനെ വിഭജിക്കുന്നത് ഒരു പുതിയ ഒരു സൃഷ്ടിയെ സൂചിപ്പിക്കുകയാണ്. കാരണം ഇസ്രായേൽ ജനം ഇത്രയും നാളും എവിടെയായിരുന്നു? ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. അവർക്ക് വിഘാതമായിരുന്ന, അവർക്ക് അപ്പുറത്തേക്ക് കടക്കാൻ വിഘാതമായിരുന്ന ഒരു ചെങ്കടൽ, ഞാങ്ങണകളുടെ കടൽ പോലും ദൈവമായ കർത്താവ് അവർക്ക് വേണ്ടി ഒരുക്കിക്കൊടുത്ത് പുതിയ ഒരു ജീവിതത്തിലേക്ക്, പുതിയൊരു സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കർത്താവ് അവരെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അർത്ഥമാക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ, ആകാശത്തെയും ഭൂമിയെയും ഒക്കെ സൃഷ്ടിക്കുമ്പോൾ, 2-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, ദൈവം പറയുകയാണ്, ആദ്യം കിടക്കുന്നത് മുഴുവൻ വെള്ളമാണ്, ആകാശത്തും താഴെയും ഒക്കെ കിടക്കുന്ന വെള്ളമാണ്. കർത്താവ് എന്ത് ചെയ്തു? വെള്ളത്തെ ഡിവൈഡ് ചെയ്തു, രണ്ടായിട്ട് മാറ്റി. ആകാശത്തിലുള്ള വെള്ളം, താഴെയുള്ള വെള്ളം. താഴെയുള്ള വെള്ളത്തിന് ഒരു പേര് കൊടുത്തു, കടൽ എന്ന് പറയുന്നത്. കടൽ ഉണ്ടായി. പിന്നീട് അത് അല്പം കൂടെ കഴിയുമ്പോൾ കരയുണ്ടാകുന്നു. നോക്കിക്കേ, ഇതാണ് വെള്ളത്തെ വിഭജിക്കുന്ന കർത്താവിനെ കാണുന്നു. അതുപോലെ തന്നെ നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ജലപ്രളയത്തിലും വെള്ളം അങ്ങുവരെ ഉച്ചസ്ഥായിൽ വരെ എത്തി, മലകളുടെ ഉച്ചസ്ഥായിൽ വരെ എത്തി. ആ വെള്ളത്തെ വിഭജിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് അവർക്കൊരു ബോട്ട് കൊടുത്തു, ആർക്ക്, നോവായുടെ ആർക്ക്, പെട്ടകം. ആ വെള്ളത്തെ വിഭജിച്ചു കൊണ്ടുപോവുകയാണ്. ഇതൊരു പുതിയ സൃഷ്ടിയുടെ അനുഭവമാണ്. ഇതിലൂടെയൊക്കെ കാണുന്നത് സൃഷ്ടിയെ നടത്തുകയാണ്. ഒരു പുതിയ ജനതയെ കർത്താവ് ഒരുക്കുന്നു ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്. അതുപോലെ തന്നെ പുതിയ ഒരു ജനതയെ ജോർദാൻ്റെ മറുകരയിലേക്ക് പോകാൻ വേണ്ടി ഒരുക്കുകയാണ് ഈ ഒരു വിശുദ്ധമായിട്ടുള്ള അനുഭവത്തിൽ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകത നിറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ 4-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തും. ജോഷുവ അവരോട് പറയുകയാണ്, ഓരോ ഗോത്രക്കാരും ഈ ജോർദാനിൽ നിന്ന് ഓരോ കല്ലുകൾ എടുക്കണം. എന്തിനാ കല്ലുകൾ എടുക്കുന്നത്? ആ കല്ലുകൾ എന്നിട്ട് സൂക്ഷിച്ച് വെക്കണം. ഓരോ ഗോത്രക്കാരും ഓരോ കല്ലെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് അതെന്തെടുക്കാനാണെന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ കല്ലെടുക്കാൻ പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കല്ലെടുക്കുന്നത്? 2 ഉപയോഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഉപയോഗം, ഈ കല്ലുകളെല്ലാം കൂനയായിട്ട് നിർത്തിയിട്ട് അതിൻ്റെ മേൽ വാഗ്ദാന പേടകം വെച്ചിരുന്നു. മിസ്പ എന്നാണ് കൂന ഉണ്ടാക്കുന്ന കല്ലുകൾക്ക് പറയുന്ന പേര്.
12 കല്ലുകളുടെ മുകളിലാണ് യഥാർത്ഥത്തിൽ വാഗ്ദാന പേടകം വെച്ചിരുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? അതായത് ദേവാലയം പണിയപ്പെടേണ്ടത് 12 കല്ലുകൾ കൊണ്ടുള്ള 12 ഗോത്രങ്ങളുടെ പ്രതീകങ്ങൾ കൊണ്ടാണ്. ഗോത്രങ്ങളിലൂടെ മാത്രമേ ഒരു ജനതയെ, ഗോത്രങ്ങളുടെ കൂട്ടായ്മയിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ ആലയത്തെ പണിയാൻ പറ്റുകയുള്ളൂ. ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്താണ്? ഇത് ഇസ്രായേലിൻ്റെ ഈ പുറപ്പാടിൻ്റെ അനുഭവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വാഗ്ദാന ദേശത്തെത്തി ദൈവമായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണിയണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് സാധ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നാസ്വാദനം എന്നോണമാണ് 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. ഈ കല്ലുകളുടെ മുകളിൽ വാഗ്ദാന പേടകത്തെ അവരെടുത്തു വെച്ചു. അല്ലെങ്കിൽ വാഗ്ദാന പേടകം 12 ഗോത്രങ്ങളുടെ ജീവിതത്തിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്നു. ഇതുതന്നെയാണ് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. വലിയ ക്ഷാമമുണ്ടായി. ഏലിയായുടെ കാലഘട്ടത്തിൽ വലിയ ക്ഷാമമുണ്ടായി. അന്ന് നാട്ടിനെ ഭരിച്ചിരുന്നത് ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയുമായിരുന്നു. ബാൽദേവൻ്റെയും അക്ഷരാദേവതകളുടെയും ഒക്കെ ബിംബങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏലിയ പ്രവാചകൻ വെല്ലുവിളിക്കുകയാണ്, ഏത് ദൈവത്തിന് ശക്തിയുള്ളത്? ആ ദൈവം വന്ന് പ്രവർത്തിക്കട്ടെ. 2 കൂട്ടരെയും ഈ ഏലിയ പ്രവാചകൻ കാർമൽ മലയിൽ വിളിച്ചിട്ടൊരു വലിയൊരു ഒരു ബലിയർപ്പണം നടത്തുകയാണ്. ആ കാർമൽ മലയിലെ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് ഇപ്രകാരമാണ് നടക്കുക. ഇതാ ബാൽദേവൻ്റെ കിങ്കരന്മാർ വന്ന് അവർക്ക് ബലിപീഠം ഉണ്ടാക്കി ബാൽദേവനെ ആരാധിച്ചു. പക്ഷേ ആരാധന പൂർത്തിയാക്കാൻ പറ്റിയില്ല. കാരണം ബലിവസ്തു ദഹിപ്പിക്കപ്പെട്ടില്ല. എന്നാൽ ഏലിയ പ്രവാചകനാകട്ടെ തകർന്നുപോയ കർത്താവിൻ്റെ ബലിപീഠം 12 കല്ലുകൾ കൊണ്ട് ഉയർത്തി അതിന്മേൽ ബലിയർപ്പിച്ചു. കർത്താവിൻ്റെ ബലി, അത് ഏലിയയുടെ ബലി കർത്താവ് സ്വീകരിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട പ്രമേയം. ഒരു ബലിയർപ്പണത്തിൻ്റെ, ഒരു ദേവാലയത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഗോത്രങ്ങളാണ്. ഗോത്രങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 4-ാമത്തെ അധ്യായത്തിൽ ഈ ജോഷുവ ഇങ്ങനെയൊരു സംഭവത്തെ അവതരിപ്പിച്ചിരിക്കുക. കല്ലുകൾ എടുക്കണം, ജോർദാനിൽ നിന്ന് കല്ലുകൾ എടുക്കണം. 2-ാമത്തെ അനുഭവം എന്ന് പറയുന്നത് ജോർദാനിൽ നിന്ന് കല്ലുകൾ എടുക്കുന്നത് എന്താണ്? ഇതൊരു ഓർമ്മയ്ക്കായിട്ടാണ്. ദൈവമായ കർത്താവാണ് ഞങ്ങളെ ഈ യാത്രയിലൂടെ നടത്തിയത് എന്നതിൻ്റെ ഒരു ഓർമ്മ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവം, ആ അനുഭവത്തിൽ പുതിയ സൃഷ്ടികൾ നടത്തുമ്പോൾ അത് ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കല്ലുകൾ എടുക്കേണ്ടതെന്ന് ജോഷുവ ഇസ്രായേൽ ജനതയോട് പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു പ്രിപ്പറേഷനാണ്, ആദ്യത്തെ ഭാഗത്തെ പ്രിപ്പറേഷനാണ് നമ്മളിവിടെ കാണുക. ഇനി 5-ാമത്തെ അധ്യായത്തിലും 2 പ്രധാനപ്പെട്ട പ്രിപ്പറേഷനുണ്ട്. ആ 5-ാമത്തെ അധ്യായത്തിലെ പ്രിപ്പറേഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി എടുക്കാം. 5-ാമത്തെ അധ്യായത്തിൽ ജോഷുവ എന്ത് ചെയ്യുന്നു? ജോഷുവ ഒരു കൽക്കത്തി എടുത്ത് ഇസ്രായേൽ ജനത്തിൽ ജനിച്ച ഈ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തികൾക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പരിച്ഛേദന നടത്തുന്നു. എന്തിനാണ് ഈ പരിച്ഛേദന നടത്തേണ്ടത്? കാരണം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവൻ പരിച്ഛേദിതനായിരിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തോട് ദൈവമായ കർത്താവ് പറയുകയാണ്, അബ്രാം, ഇനി മുതൽ നിൻ്റെ പേര് അബ്രാം എന്നല്ല അബ്രാഹാം എന്നായിരിക്കും. സാറായി ഇനിമേൽ സാറായി എന്നല്ല സാറ എന്നായിരിക്കും. അബ്രാഹത്തോട് വീണ്ടും പറയുന്നു, നിൻ്റെ പുത്രനെ നീ പരിച്ഛേദനം ചെയ്യണം. പുത്രനെ മാത്രമല്ല, ഈ കാനാൻ ദേശത്ത് വസിക്കുന്ന എല്ലാ പുരുഷന്മാരെയും നീ പരിച്ഛേദനം ചെയ്യണം. ആരൊക്കെ കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്നുവോ അവൻ മറ്റുള്ളവരിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കണം. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണം. സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ആണെന്ന് തോന്നുന്നു, നാസി വ്രതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ട് ഇങ്ങനെ നടത്തുന്നതിലൂടെ ഒരു ജനത്തെ അദ്ദേഹം വിശുദ്ധീകരിക്കുക ചെയ്യുന്നത്. അതിൻ്റെ സമാപനത്തിലാണ്
ഒരു മനോഹരമായിട്ടുള്ള ഒരു പെസഹ തിരുനാൾ ആചരിച്ചുകൊണ്ട് ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ സൂചനകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അവരുടെ പ്രിപ്പറേഷനെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതിൽ അവസാനത്തെ പ്രിപ്പറേഷനാണ് നമ്മൾ കണ്ടത്. പെസഹ ആചരിക്കുന്നു. ആ പെസഹ ആചരണം വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനത്തിൻ്റെ മുന്നാസ്വാദനമാണ്. വീണ്ടും നമ്മളിവിടെ വലിയൊരു ദർശനം കാണുന്നുണ്ട്. ആ ദർശനം ഇപ്രകാരമാണ്. 5-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിലുള്ള ദർശനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ജോഷുവയുടെ മുമ്പിലേക്ക് ഊരിയ വാളുമേന്തി ഒരു വ്യക്തി, ഒരു മാലാഖ കടന്നു വന്നിട്ട് വരിക. ആ പാടെ പരിഭ്രമിച്ചു പോയി. എന്താ പരിഭ്രമിച്ച കാരണം? ചോദിക്കുക, അങ്ങ് ആരുടെ പക്ഷത്താണ്? ഉടനെ പുള്ളി പറയുകയാണ്, ആ മാലാഖ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണ്. മാലാഖ എന്നിട്ട് പറയുകയാണ്, നിൻ്റെ കാലിലെ ചെരുപ്പ് ഊരിയെടുത്ത് ദൂരെ കളയുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ആരോട് പറഞ്ഞാൽ നമുക്കറിയാം. ആരോടാണ്? മോശയോട് പറഞ്ഞ, ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ അതേ വാക്ക് തന്നെ പറയുക. കാരണം മറ്റൊന്നുമല്ല, മോശ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സീനാമല എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിൻ്റെ മലയായിരുന്നു. ആ മലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവൻ്റെ ഉള്ള ഒരവസ്ഥയെക്കുറിച്ച് പറയുക. ഇവിടെയും ജോർദാനിൽ നിന്ന് കരകയറുന്ന അല്ലെങ്കിൽ ജെറീക്കോയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജോഷുവായ്ക്ക് പ്രവേശിക്കണമെന്ന്, ജോഷുവയുടെ പ്രവേശനത്തിന് എന്താണ് വേണ്ടത്? അവൻ തന്നെ വിശുദ്ധീകരിക്കണം. അവിടത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തൻ്റെ കാലിനെ ചെരുപ്പഴിച്ച് മാറ്റണം. കാരണം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അപ്പോൾ വാഗ്ദാന ദേശത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്തകളാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള പ്രിപ്പറേഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എന്താ ഈ വാഗ്ദാന ദേശത്തിന് ഇത്രമാത്രം വിശുദ്ധിയുണ്ട്? ദൈവം കൊടുക്കുന്ന ഒരു പ്രദേശം കൊടുക്കുന്നതല്ലേ ഇത്. മറിച്ച് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കും, വാഗ്ദാന ദേശം ഈ കാലഘട്ടത്തിലെ യുദ്ധങ്ങളിലൊക്കെ നമുക്ക് ഒരു പ്രദേശം പോയി കഴിയുമ്പോൾ, ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസിൻ്റെ തീവ്രവാദികളുമൊക്കെയുള്ള യുദ്ധങ്ങളിലൊക്കെ ഒരു പ്രദേശമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെയുള്ള ആളുകൾക്ക് വിഷമമാണ്. കാരണം ഇത് വാഗ്ദാന ദേശമാണ്. വെറും ഒരു പ്രദേശം എന്നതിനേക്കാട്ടുപരിയായി നമ്മുടെ ഈ തിരുവനന്തപുരമോ കൊല്ലമോ കോട്ടയമോ ഒന്ന് പെടുന്ന പ്രദേശത്തെക്കാട്ടുപരിയായിട്ട് അതൊരു വിശ്വാസത്തിൻ്റെ ഒരു സ്ഥലമാണ്, വിശുദ്ധീകരണത്തിൻ്റെ സ്ഥലമാണ്. നമുക്കറിയാം, ഈ വാഗ്ദാന ദേശത്തെ പ്രോമിസ്ഡ് ലാൻഡിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഏദൻ തോട്ടവുമായിട്ടാണ്. ഏദൻ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവം കൂടെയുള്ള ഒരവസ്ഥയായിരുന്നു ഏദൻ തോട്ടം. അവിടെ എല്ലാ അനുഭവങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഏദൻ തോട്ടത്തിൻ്റെ വേറൊരു രൂപമാണ് വാഗ്ദാന ദേശം എന്ന് പറയുന്നത്. ദൈവം അവൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് തണലിൽ ജീവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് മുമ്പിൽ അവൻ തന്നെ ഒരുക്കുന്ന രംഗമാണ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ കാണുക. ഇനി നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് മുതലുള്ള ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. 6-ാമത്തെ അധ്യായം മുതൽ ഏകദേശം 12 അധ്യായങ്ങൾ, 12-ാമത്തെ അധ്യായം വരെ ഉള്ള ഭാഗം യുദ്ധങ്ങളുടെ ഒരു കഥ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഈ ഇസ്രായേൽ ജനം വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ജെറീക്കോ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ജോഷുവ ഇസ്രായേൽക്കാർക്ക് എല്ലാവർക്കും കൂടി, പുരോഹിതന്മാർക്ക് എല്ലാവർക്കും കൂടി ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. എങ്ങനെയാണ് നിർദ്ദേശം കൊടുക്കുന്നതെന്ന് നമ്മൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. വായിച്ചു നോക്കിക്കോണം. അത് ഇപ്രകാരമാണ്. നിങ്ങൾ 6 ദിവസം വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ഈ മതിലിന്, ജെറീക്കോ പട്ടണത്തിൻ്റെ മതിലിന് ചുറ്റും നടക്കണം. അതിനുശേഷം 7-ാമത്തെ ദിവസം ഇവർ കാഹളം മുഴക്കി, 7-ാമത്തെ ദിവസം കാഹളം മുഴക്കി മുഴക്കി കഴിയുമ്പോൾ ഈ കോട്ടകൾ മുഴുവൻ തകരും. അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കണം. ഇതാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് എന്തായി സൂചിപ്പിക്കുക? എന്താണ് ഈ ജെറീക്കോ പട്ടണം? എറീഹോ എന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി ഓഫ് പാം എന്നാണ് അർത്ഥം. സിറ്റി ഓഫ് മൂൺ. എറീഹോ എന്നാണ് ഹീബ്രു ഭാഷയിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം സിറ്റി ഓഫ് മൂൺ എന്നാണ്.
അവിടെ വീണ്ടും ആ ദേശത്തെ സിറ്റി ഓഫ് പാം എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ജിയോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 3000 വർഷത്തോളം, അല്ലെങ്കിൽ ഇന്നത്തേക്കിന് 5000 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥലമാണ് ജെറീക്കോ പട്ടണം. ലോകത്തിലെ ഏൻഷ്യൻ്റ് സിറ്റി എന്ന് വേണമെങ്കിൽ ജെറീക്കോ പട്ടണത്തെക്കുറിച്ച് പറയാം. 5 ലെയർ വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള ആർക്കിയോളജിക്കൽ സർവേകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ജെറീക്കോ പട്ടണം പോലെ അല്ല പണ്ടത്തെ പട്ടണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പട്ടണമായിരുന്നു. അതിന് ചുറ്റും മതിലുകൾ കെട്ടിയിരുന്നു. മതിലുകൾ കെട്ടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആ പട്ടണത്തിൻ്റെ ഇൻഡിപെൻഡൻസിനെ കാണിക്കുന്ന, സ്വാതന്ത്ര്യത്തെ കാണിക്കുന്ന ഒരു പട്ടണമാണ്. അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആരാധന ആലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കാനാന്യരുണ്ടായിരുന്നു, ഹിത്യരുണ്ടായിരുന്നു, അമൂര്യരുണ്ടായിരുന്നു, പല ഗോത്രങ്ങളിൽപ്പെട്ടവരൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അത് ഏകദേശം 350 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോഴാണെങ്കിൽ. ഇങ്ങനെ പല പ്രത്യേകതകളും ജെറീക്കോ പട്ടണത്തിലുണ്ട്. ഈ ഒരു പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോ ഒരു ഉപമ പറയുന്നത് പോലും. ഒരു തരം ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കൊക്കെ പോരുന്ന ആ ഉപമയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ജെറീക്കോ പട്ടണം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ കൊണ്ടുവരും. ഇതിൻ്റെയൊക്കെ അർത്ഥം ഈ ജെറീക്കോ പട്ടണം എന്ന് പറയുന്നത് നോർത്തേൺ എൻട്രൻസ് ആണ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ നോർത്തേൺ എൻട്രൻസിലൂടെ കാനാൻ ദേശത്തേക്കുള്ള, വാഗ്ദാന ദേശത്തേക്കുള്ള നോർത്തേൺ എൻട്രൻസിലേക്ക് പ്രവേശിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഒരു സോളം പ്രൊസഷനാണ്. കൃത്യം പറഞ്ഞാൽ വാഗ്ദാന പേടകവും പിടിച്ചുകൊണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കി, വാഗ്ദാന പേടകവും പിടിച്ചുകൊണ്ട് ആളുകൾ 6 ദിവസം നടന്ന് 7ാമത്തെ ദിവസം കാഹളം മുഴക്കി നമ്മുടെ പെരുന്നാളിനൊക്കെ ചെയ്യുന്നത് പോലെ ചെണ്ടമേളവും ബാൻഡ് മേളവും പിന്നെ ആ വലിയ സാധനം ഉണ്ടല്ലോ, ആ സാധനത്തെ കൊട്ടി അടിച്ചിട്ടുള്ള മേളമൊക്കെ ആയിട്ട് പെരുന്നാളിന് നമ്മുടെ പുണ്യാളൻ്റെ രൂപം ചുമന്നുകൊണ്ട് കയറി വരുന്ന ആ രംഗങ്ങളൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ഇതുപോലെ വാഗ്ദാന ദേശത്തിൻ്റെ നോർത്തേൺ എൻട്രിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ലിറ്റർജിക്കൽ പ്രൊസഷനാണ് നടക്കുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യം വളരെ രസകരമാണ്. നമുക്കറിയാം ഈ സാബത്ത് ദിവസത്തെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്: സാബത്ത് ദിവസം ഒരു ജോലിയും ചെയ്യരുത്. ഇത് കർത്താവിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ദിവസമാണ് സാബത്ത്. റെസ്റ്റ് എടുക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അന്നും ഇന്നും ഒക്കെ ഈ നിയമമൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ നോക്കിയേ വളരെ വ്യത്യസ്തമായിട്ട് തോന്നും. അതിപ്രകാരമാണ്. നോക്കിക്കേ, നമ്മുടെ ഈ 6 ദിവസത്തെ റൗണ്ടൊക്കെ വെച്ചതിന് ശേഷം 7ാമത്തെ ദിവസം ഇവരെന്ത് ചെയ്യണം? ഇത് വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് കാഹളം മുഴക്കി കഴിയുമ്പോൾ ഈ മതിലിടിയും. ഇടിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇരച്ച് കയറി അവിടെയുള്ള എല്ലാറ്റിനെയും നശിപ്പിക്കണം, കയ്യിലാക്കണം. യഥാർത്ഥത്തിൽ സാബത്ത് ദിവസം ചെയ്യാൻ പാടില്ലാത്തത് ഇവർ ചെയ്യണം. ഇതാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? സാബത്ത് ദിവസം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ്. യഥാർത്ഥത്തിൽ സാബത്ത് ദിവസം റെസ്റ്റ് എടുക്കുകയല്ല ചെയ്യുന്നത്, ദൈവ സാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയുടെ പൂർണ്ണതയാണ് നമ്മളിവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ വാഗ്ദാന ദേശം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തിലേക്കുള്ള യാത്രയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിലേക്കുള്ള യാത്ര. ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുണ്ടാകുന്ന ആത്മീയമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഒരു പ്രൊസഷനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ജോഷുവയുടെ പുസ്തകം 6ാമത്തെ അധ്യായത്തിൽ കാണുക. ഇതാണ് പ്രധാനമായിട്ടും എൻട്രിയെക്കുറിച്ച്. അങ്ങനെ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചു. ഇനി നടക്കാൻ പോകുന്നത് കൈയടക്കൽ ശുശ്രൂഷകളാണ്. എന്തൊക്കെയാണ് കൈയടക്കൽ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവിടെയുള്ള ദേശങ്ങളെ മുഴുവനും വെട്ടിപ്പിടിക്കുക, യുദ്ധം ചെയ്യുക, ആ പ്രദേശങ്ങൾ മുഴുവനും വെട്ടിപ്പിടിക്കുക. യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ മുതൽ ഈ പുസ്തകം വായിക്കുമ്പോഴത്തേക്കും നമുക്ക് ആപ്പാടെ അസ്വസ്ഥതയും പേടിയും ഒക്കെ തോന്നും. ഇത്രയും നേരം കുഴപ്പമൊന്നുമില്ല, എന്ന് നല്ല രസമായിരുന്നു. ഇനിയുള്ള വരുന്നത് കാണുമ്പോഴത്തേനും 10ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ കാണും ചില 5 രാജാക്കന്മാരെ കെട്ടിത്തൂക്കിയിട്ടേക്കുക, കെട്ടിത്തൂക്കിയിട്ടേക്കുക. അത് പ്രാകൃതമായിട്ടുള്ള രീതിയിൽ അവരെ കൊല്ലുക. 11ാമത്തെ അധ്യായത്തിലെ വാട്ടേഴ്സ് ഓഫ് മെറോം എന്ന് പറയുന്ന സ്ഥലത്തിലെ വെള്ളത്തിൻ്റെ അവിടെ പോയി യുദ്ധം ചെയ്യുക, അവിടെയുള്ള പ്രദേശങ്ങളെയൊക്കെ പിടിച്ചെടുക്കുക, സദയം പ്രദേശത്തെ പിടിച്ചെടുക്കുക, നോർത്തേൺ പ്രദേശത്തെ പിടിച്ചെടുക്കുക. ഇങ്ങനെയുള്ള ഓരോന്നും ഉള്ള ഭാഗത്തെക്കുറിച്ചൊക്കെ പിടിച്ചെടുക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥമാക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ പ്രദേശം
ഈ യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ദൈവിക വെളിപാടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിയമാവർത്തന പുസ്തകത്തിന് 20-ാമത്തെ അധ്യായത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള നിയമമുണ്ട്. ആ നിയമം ഇപ്രകാരമാണ്. 20-ാമത്തെ നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. നീ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇസ്രായേൽ ജനം നീ വാഗ്ദാന ദേശത്ത് പ്രവേശിച്ച് മറ്റ് ദേശക്കാരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ നീ ഭയക്കരുത്. കാരണം നീയല്ല യുദ്ധം ചെയ്യുന്നത്, നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഇവരുടെ യുദ്ധത്തിൻ്റെ രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 6 മുതൽ 10 വരെ 12 വരെയുള്ള അധ്യായങ്ങളുടെ യുദ്ധത്തിൻ്റെ രീതി എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും വാഗ്ദാന പേടകം ഇല്ലാതെ അവർ യുദ്ധം ചെയ്തിട്ടില്ല. ഒരിക്കലും വാഗ്ദാന പേടകം ഇല്ലാതെ യുദ്ധം ചെയ്തിട്ടില്ല. വാഗ്ദാന പേടകം ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്ന യഥാർത്ഥ ധീരനായ പടയാളി എന്ന് കൃത്യമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് വാതിലുകളെ ശിരസ്സുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കുക, യുദ്ധവീരനും ശക്തനുമായ കർത്താവ് തന്നെ എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ദൈവമാണ് യുദ്ധം ചെയ്തത്. രണ്ടാമതായിട്ട് നമ്മൾ ഈ യുദ്ധത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ വീണ്ടും തിരുവചനത്തിൽ പറയുന്നതാണ്. നിയമാവർത്തന പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, നീ മറ്റുള്ള യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ, യുദ്ധം ചെയ്ത് കീഴടക്കി കഴിയുമ്പോൾ ഒന്നും നീ മിച്ചം വച്ചേക്കരുത്, നിൻ്റേതാക്കി ഒന്നും നീ എടുക്കരുത്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ എവിടെയെങ്കിലും പോയി യുദ്ധം നടത്തി കഴിയുമ്പോഴത്തേനും കുറച്ച് സാധനങ്ങൾ, നല്ല സാധനങ്ങൾ കാണുകയാണെങ്കിൽ നീ അത് പോക്കറ്റ് എടുത്തിടും, ചിലതൊക്കെ എടുത്തു. പക്ഷേ ഇവിടെ പറയുന്നത് ഒരു വക നീ എടുക്കരുത്. എന്തൊക്കെ ചെയ്യണം? ജീവനുള്ള എല്ലാറ്റിനെയും കൊല്ലണം. എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ജീവനുള്ള എല്ലാത്തിനെയും നീ കൊല്ലണം, ജീവനില്ലാത്തതിനെ മുഴുവനെയും കത്തിക്കണം, ദൈവത്തിന് മുമ്പ് സമർപ്പിക്കണം. അപ്പം ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന സംഗതികളാണ്, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സംഗതികളാണ്. ഏക ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഒരു ജനതയെ ഒരുക്കുന്നതാണ് ഈ യുദ്ധത്തെക്കുറിച്ചുള്ള കഥകളെന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ഇതൊക്കെ നടന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഇസ്രായേൽ ജനം 430 വർഷം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നതിന് ശേഷം തിരികെ എങ്ങനെ സ്വന്തം ദേശത്തേക്ക് പ്രവേശിക്കുന്നു? 2-3 രീതിയിൽ നമുക്കതിനെ സാധാരണ ആളുകൾ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒന്നാമത്തെ രീതി പീസ്ഫുൾ ഇൻഫിൽട്രേഷൻ, അതായത് സമാധാനപരമായിട്ട് അവരങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു. കാരണം ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിനും 430 വർഷം മുമ്പ് പോയവരാണ്. അവരുടെ ഏതോ പൂർവികരാരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് വളരെ സമാധാനപരമായിട്ട് സ്നേഹത്തോടു കൂടി അവർ ഈ ഇസ്രായേൽക്കാർ വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചിരിക്കാം. രണ്ടാമത്, കൃഷിക്കാർ തമ്മിലുള്ള യുദ്ധങ്ങൾ സർവ്വസാധാരണമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഒരു കൃഷിസ്ഥലത്തു നിന്ന് മറ്റേ കൃഷിസ്ഥലവുമായിട്ട് യുദ്ധം. നമുക്ക് ആണെങ്കിലും ഈ അതിരുകളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ഈ ദേശത്തൊക്കെ ഓരോ പ്രദേശത്തുമൊക്കെ സ്ഥലത്തിനൊന്നും അതിരുകളൊന്നും ഇല്ലെങ്കിൽ സർവ്വസാധാരണമാണ് യുദ്ധം. അതിരുകൾ ഉണ്ടായിട്ട് അതിരുകളെല്ലാം എടുത്ത് വെച്ചിട്ട് അടിയും പിടിയും ഉണ്ടാക്കുന്ന ആളുകളെ വരെ നമുക്കറിയാം. അതുകൊണ്ട് സർവ്വസാധാരണമാണ് യുദ്ധം അതിരുകളില്ലെങ്കിൽ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കൃഷിക്കാർ തമ്മിലുള്ള യുദ്ധങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത്, ഈ ചിലപ്പം സമാധാന സന്ധികളിലൂടെ ചിലപ്പം പോകാറുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ വലിയ ക്ഷാമങ്ങൾ, വലിയ മരണങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എഴുതുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചരിത്രങ്ങളുടെ അവശിഷ്ടങ്ങളിലൂടെയാണ് ഇവിടുത്തെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെയൊക്കെ വിശുദ്ധ ഗ്രന്ഥകാരൻ മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് അതിനുള്ള ദൈവശാസ്ത്രം ഇതാണ്. ദൈവമായ കർത്താവാണ്, കർത്താവിൻ്റെ നാമം ആണ് യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് പ്രചരിപ്പിക്കേണ്ടത്. കർത്താവാണ് ഇതിൻ്റെയൊക്കെ ശക്തിമാനായിട്ട് നിൽക്കുന്നത്. കർത്താവാണ് ഏക കർത്താവ്.
മറ്റു ദേവന്മാരോ, അതായത് നമ്മുടെ ഈ യാനാന്യ ദേവന്മാരോ അമൂല്യ ദേവന്മാരോ വിജാതിരായിട്ടുള്ള ദേവന്മാരോ ഒന്നുമല്ല. അവരെക്കാട്ടിലൊക്കെ ശക്തിമാനായിട്ടുള്ളവനാണ്, ശക്തിയുള്ളവനാണ് ഏകദൈവമായ യഹോവ എന്നുള്ള ആഴമായ ബോധ്യം ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ യുദ്ധങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ഇത് ബൈബിളിലെ ഏറ്റവും വലിയൊരു സത്യമായിട്ട് നിൽക്കുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ഈ 10 ബാധകളെ കാണുന്നുണ്ട്. ആ 10 ബാധകളിലൂടെ 10 തരത്തിലുള്ള ദേവന്മാർക്കെതിരെ ദൈവമായ കർത്താവിൻ്റെ ശക്തി ആഞ്ഞടിക്കുകയാണ്. 10 ദേവന്മാരെ തോൽപ്പിച്ചുകൊണ്ട് ഈജിപ്ത് ദേശത്ത് പോലും ആളുകളോട് പറയുകയാണ്, ഇവിടുത്തെ ദൈവം ഞാൻ തന്നെയാണെന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ കാനാൻ ദേശം ദൈവം കൊടുത്ത ദേശം, ദൈവത്തിൻ്റെ ഭവനമായ ദൈവം നൽകിയ ദേശത്ത് ദൈവം തന്നെയാണ് രാജാവ്, ദൈവം തന്നെയാണ് ഏകദൈവം. മറ്റു ദേവന്മാരൊക്കെ നിഷ്പ്രഭരായിട്ട് മാറുന്നു എന്നുള്ള സത്യത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധങ്ങളുടെ കഥ കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുക.